ബി.ജെ.പി എതിർക്കുക എന്നതല്ല ഉണ്ണി സാറേ നിഷ്പക്ഷത. നിഷ്പക്ഷത എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ വിമർശിക്കുക എന്നാണ്. ഇവിടെ എൽ.ഡി.എഫും യു.ഡി.എഫും മാത്രമേ ഉള്ളൂ, ബി.ജെ.പി ഒരിക്കലും വരില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിഷ്പക്ഷതയല്ല. അത് പ്രോ ഇന്ത്യ മുന്നണി സ്റ്റാൻഡാണ്. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് വേണം പറയണം. അതെ, അങ്ങയുടേത് പ്രോ ഇന്ത്യ മുന്നണി സ്റ്റാൻഡാണ്. ഞാനിവിടെ നിഷ്പക്ഷതയില്ല. ഇനി നിഷ്പക്ഷമായ അഭിപ്രായം പറയരുത്. ബി.ജെ.പി വിരുദ്ധതയാണത്. ബി.ജെ.പി വിരുദ്ധതയാണ് അങ്ങയുടെ സ്റ്റാൻഡ്. അതെ, അങ്ങയുടെ സ്റ്റാൻഡ് ബി.ജെ.പി വിരുദ്ധതയാണ്, ആന്റി മോദിയാണ്. ബി.ജെ.പി ആന്റി ഡെമോക്രാറ്റിക് മാഡവും അങ്ങനെയാണോ? ആന്റി മോദി മുന്നണി സ്റ്റാൻഡാണ്. അത് ക്ലിയറായി. ഇനി ഞാൻ എന്റെ മറുപടിയിലേക്ക് വരാം. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ ANI ഇന്ന് കൊടുത്ത ഒരു 78 മിനിറ്റുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ അതിൽ കൃത്യമായി ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അതേക്കുറിച്ച് മെൻഷൻ ചെയ്യാതെ വൺ സൈഡഡായി പോയത് കൊണ്ട് ഞാൻ അതുകൂടി പറയാമെന്ന് കരുതുന്നു. ഇലക്ട്രൽ ബോണ്ട് അത് ഒരിക്കലും എല്ലാം തികഞ്ഞ ഒരു മാർഗമായി ഞങ്ങൾ അവകാശപ്പെടുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. പിന്നെ പണത്തിന്റെ ഉറവിടം സുതാര്യമാക്കുമായിരുന്ന ഈ ബോണ്ടുകൾ റദ്ദാക്കിയതിൽ എല്ലാവരും ഖേദിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ കള്ളപ്പണത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചല്ല, ഈ കള്ളപ്പണത്തെക്കുറിച്ച് പറഞ്ഞു. നേരത്തെ അതാണല്ലോ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചു വെച്ചത്. അപ്പോൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ കള്ളപ്പണം ഒഴുകുന്നുണ്ട് എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് അതിന്റെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. സ്ഥാനാർത്ഥികളുടെ വരവും പോക്കും അവർ വിനിയോഗിക്കുന്ന പണവും ഒക്കെ നിരീക്ഷിക്കേണ്ട സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിൽ നിന്ന് രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധിയെ പരിശോധിക്കരുത്, രാഹുൽ ഗാന്ധിയെ തുടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഈ നാട്ടിൽ ഒരു പ്രിവിലേജുമില്ല. ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. വയനാട്ടിലെ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ മറ്റേതൊരു സ്ഥാനാർത്ഥിയുടെ വാഹനത്തിലോ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ നടത്തുന്ന അതേ പരിശോധന രാഹുൽ ഗാന്ധിയുടെയും വാഹനത്തിൽ നടക്കും. രാഹുൽ ഗാന്ധി കാറിലല്ല ഹെലികോപ്റ്ററിലാണ് വന്നത്, അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ പരിശോധിക്കും. അത് ഇനിയും പരിശോധിക്കേണ്ട സാഹചര്യം വന്നാൽ പരിശോധിക്കും. രാഹുൽ ഗാന്ധിയെ പരിശോധിച്ചാൽ ഉടനെ ബി.ജെ.പിയെ പരിശോധിക്കണം. രാഹുൽ ഗാന്ധിയെ മാഡം എന്തിനാണ് ഇത്രയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാഹുൽ ഗാന്ധിയുടെ വാഹനം എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ വാഹനമാണ്. രാഹുൽ ഗാന്ധി ഒരു സ്ഥാനാർത്ഥിയെ കാണും, അല്ലാതെ ഒരു അതിമാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു അദ്ദേഹം വയനാട്ടിലെ ഒരു സ്ഥാനാർത്ഥിയാണ്. ആനി രാജയെ പോലും കെ സുരേന്ദ്രനെയും പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് രാഹുൽ ഗാന്ധി. അല്ലാതെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അല്ല, ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്, രാഹുൽ ഗാന്ധി അല്ല. രാഹുൽ ഗാന്ധി ഇരുന്ന് ആ രീതിയിൽ പെരുമാറുന്നുണ്ട്, കുറെ പേർ രാഹുൽ ഗാന്ധിയെ വാഴ്ത്തിപ്പാടുന്നുണ്ട് എന്നല്ലാതെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. അപ്പോൾ ആ വാഹനം പരിശോധിക്കും. ഇനി കള്ളപ്പണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുകളെ കള്ളപ്പണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വഴി കണ്ടെത്തിയത്. ഇതെല്ലാം തികഞ്ഞ മാർഗമാണെന്ന് അവകാശപ്പെടുന്നില്ല എന്ന് തന്നെ പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് പണം എവിടെ നിന്ന് വന്നു, അത് ആര് നൽകി, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഓരോരുത്തരും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നത്. പിന്നെ 1000-2000 രൂപ നോട്ടുകൾ അസാധുവാക്കിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ നോട്ടുകളുടെ ഇടപാടുകളാണ് വലിയ രീതിയിൽ നടന്നിരുന്നത്. അതും സത്യമല്ലേ? കെട്ടുകണക്കിന് പണം പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ പലരുടെയും പല പാർട്ടികളുടെയും മുറികളിൽ നിന്ന്. അത് ഞാൻ പറയുന്നത് ബി.ജെ.പി മാത്രമല്ല, ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി തന്നെ അത് പറയണം. അത് വിലയിരുത്തുമ്പോൾ എല്ലാ ഭാഗവും പറഞ്ഞു പോകണം, അല്ലാതെ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം ബ്യൂഗിൾ മുഴക്കുകയല്ല വേണ്ടത്. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ പാർട്ടികളും ഈ കള്ളപ്പണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് രാജ്യത്ത് തടയേണ്ടതാണ്. അല്ലാതെ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ സ്വിസ് ബാങ്കിൽ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ള പോയിന്റിലേക്കല്ല. രാജ്യത്ത് കള്ളപ്പണം വരുന്നുണ്ടെങ്കിൽ ആ കള്ളപ്പണം തെരഞ്ഞെടുപ്പിൽ 94 ലക്ഷമാണ് ലിമിറ്റ്. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് ആരൊക്കെ പോകുന്നുണ്ടെങ്കിലും അത് കണ്ടെത്തണം. അത് രാഹുൽ ഗാന്ധി ആയാലും കണ്ടെത്തണം. Meet the editors.